ഹായ് ഹലോ ഗൈസ്. ഇന്ന് നമുക്ക് കുറച്ച് മുന്നായിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ മുന്നായിട്ട് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വിളിച്ച പുള്ളി നമ്മളോട് ആദ്യം തന്നെ ചോദിച്ച് പ്രോഗ്രാമിംഗ് പഠിച്ചാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ മുകളിലോട്ട് പ്രോഗ്രാമിംഗ് പഠിച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാ ഏഹ് ഞാനൊന്ന് ഇങ്ങനെ ഇതിലെത്തി. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾ ഈ പ്രോഗ്രാമിംഗ് ഫീൽഡിലോട്ടൊക്കെ ഈ കോഡിംഗ് ഒക്കെ പുതിയതായിട്ട് ചെയ്ത് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെക് ഫീൽഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു ഫീൽഡിലുള്ള ഓപ്പർച്യൂണിറ്റീസിനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. കേവലം ജസ്റ്റ് പ്രൊജക്റ്റ് ചെയ്യാന്ന് മാത്രമല്ലല്ലോ, ഇതിലും വേറെയും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്തൊക്കെ ഫീൽഡിലോട്ട് നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ലൈഫായിട്ട് കണക്ട് ചെയ്ത് പറയാം. ഏകദേശം ഞാൻ ഇതിലോട്ടൊക്കെ വരുന്നതിന് മുന്നേ എനിക്ക് കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള മോട്ടറും ലൈറ്റും ഫാനൊക്കെ പറിച്ചെടുത്ത് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സോൾഡർ ചെയ്ത് കണക്ക് സാധനങ്ങൾ ലൈറ്റ് എത്തിക്കാനൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ ഇതിലോട്ട് വരുന്നത്, ഈ കോഡിങ്ങിലോട്ട് ഈ ടെക് ഫീൽഡിലോട്ട് വരുന്നത് എൻ്റെ ഒരു അവിടുന്നായിരുന്നു, സ്റ്റാർട്ടിങ് അവിടുന്നായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഈ യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോൾ കുറേ ആൾക്കാർ കോഡ് ലാപ്ടോപ്പൊക്കെ വെക്കുന്നു, കോഡ് ചെയ്യുന്നു, പ്രോഗ്രാമൊക്കെ ചെയ്യുന്നു, എന്നിട്ട് വല്ല ആർട്ടിനോ ബോർഡൊക്കെ പോലുള്ള ഇതിലോട്ട് കോഡ് ചെയ്യുന്നു, എന്നിട്ട് വല്ല മോട്ടർ ലൈറ്റ് ഒക്കെ ഓൺ ആക്കണ്. അതൊക്കെ കണ്ട് കണ്ട വന്നത്. അപ്പോൾ നമുക്ക് അറിയില്ലല്ലോ ഇതെന്താ സംഭവം എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയാണ് C++, ജാവ, അങ്ങനെ പല പൈത്തൺ, ജാവാസ്ക്രിപ്റ്റ്, അങ്ങനെ പല പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊക്കെ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി വന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാൻ പല പല ലാംഗ്വേജ് വെച്ച് കണക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബിഗിനേഴ്സിന് വേണ്ടി കണ്ടുള്ള രീതിയിൽ പറഞ്ഞുതരാണ്. അപ്പോൾ നിങ്ങൾക്കും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ആ ഫീൽഡിൽ അതിലൂടെയായിരുന്നു ഞാൻ വന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് കേവലം നമുക്കൊരു കോഡിങ്, ഒരു വെബ്സൈറ്റ്, ഇതൊക്കെ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല ചെയ്യാൻ പറ്റും, വേറെയും കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ആ വേറെ എന്തൊക്കെ കാര്യങ്ങളോട് ചെയ്ത് കണ്ട് എങ്ങനെ പൈസ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് കണ്ടു നോക്കുക. പൈസ ഉണ്ടാക്കാൻ പറ്റും, കോഡിങ് പഠിച്ചുകൊണ്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാന്നൊക്കെ അതിൽ പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സംശയം, സോഫ്റ്റ്വെയർ ഡെവലപ്പറോ എങ്ങനെ കോഡിങ് പഠിച്ച് വെച്ചിട്ട് നമുക്ക് ഡിഗ്രി ഒന്നുമില്ല, നമുക്ക് CS ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, പിന്നെ അങ്ങനെ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവാൻ പറ്റുന്നു? അത് പറ്റും. നിങ്ങൾക്ക് സ്കില്ലാണ് പ്രോഗ്രാമിംഗ് ഫീൽഡിൽ ഒരു ഇതായിട്ട് എപ്പോഴും നമ്മൾ കാണാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കോഡ് ചെയ്യാനും വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ആണ് ഇതിലൊക്കെ വരുന്നത്. വെബ്സൈറ്റ്, അതായത് നമ്മളിപ്പോൾ ഗൂഗിളൊക്കെ പോയിട്ട് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടുമല്ലോ, അതിന് സാധാരണ വെബ്സൈറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ വെബ്സൈറ്റിന്റെ ഫ്രണ്ട് എൻഡ് ഇപ്പോൾ നമ്മൾ ആമസോണിലൊക്കെ കയറുന്ന സമയത്ത് ആമസോണിൽ കുറേ പ്രൊഡക്റ്റ് ഒക്കെ ആഡ് ചെയ്ത് ലിസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഫ്രണ്ട് എൻഡ് എന്ന് പറയും. അങ്ങനെ കാണുന്നതിന് ഫ്രണ്ട് എൻഡ് എന്ന് പറയും. ബാക്ക് എൻഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നു. നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ ഡാറ്റ ഉള്ളിലോട്ട് പോകുന്നു, അതിൻ്റെ റിക്വസ്റ്റ് വിളിക്കുന്നു, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ് എന്നുള്ള ഇതിലോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും കോഡിങ് പഠിച്ചു കഴിഞ്ഞാൽ. ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ട് ഇപ്പോൾ എന്താ കാര്യം? അതുകൊണ്ട് നമുക്ക് ഫിനാൻഷ്യലി അല്ലെന്നും വേണ്ടേ, അപ്പോൾ പൈസ ഉണ്ടാക്കണം. അപ്പോൾ ഈ പൈസ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രീലാൻസർ ആയിട്ട്, അതായത് കമ്പനീസിനൊക്കെ അല്ലെങ്കിൽ വേറെ ചെറിയ ചെറിയ ബിസിനസ്സിനൊക്കെ വേണ്ടിക്കാണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ഫീൽഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് ഒരു വെബ് ഡെവലപ്പർ ആക്കാൻ പറ്റും. അതാണ് ഫസ്റ്റത്തെ. ഓക്കെ. ദെൻ മറ്റൊരു കാര്യം, നമ്മൾ ഈ പ്രോഗ്രാമിങ്ങിന്റെ കേസൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ ഏത് ഫീൽഡ്, ടെക്കിൽ ഏത് ഫീൽഡ്, ഇങ്ങനെ ഇതിലോട്ട് ഏത് പോകുന്ന സമയത്തും പ്രോഗ്രാമിംഗ് മസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കോഡിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കോഴ്സ് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്, ലേൺ ദെൻ ബിൽഡ് എന്നുള്ളതാണ്. ബേസിക്കലി ഇപ്പോൾ നമുക്കൊരു ഡിസ്കൗണ്ട് എമൗണ്ട് ആയിട്ട് 999 ആണ്. അതിൽ 10 ദിവസം കൊണ്ട് പ്രോഗ്രാമിങ്ങിന്റെ എല്ലാ കോൺസെപ്റ്റും കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിൽ ഇൻക്ലൂഡിങ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് ഉണ്ട്, ഡൗട്ട് ക്ലിയർ ആയുള്ള സെഷൻസ് ഉണ്ട്, സെഷനൊക്കെ ഉണ്ട്. പിന്നെ അതിനൊക്കെ ശേഷം നിങ്ങളുടെ ഫീൽഡിലോട്ട് ഇനി എങ്ങനെയൊക്കെ പോകാന്നുള്ള ഒരു ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓരോ ദിവസവും പ്രൊജക്റ്റ് ഒക്കെ വെച്ച് കണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ജോയിൻ ചെയ്യും. താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, അതൊന്ന് ചെയ്തു പോകും. കാരണം നിങ്ങൾക്ക് നമ്മുടെ കൂടെ കോഡ് ചെയ്ത് കാണാൻ പഠിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഒരു ഗൈഡൻസ് ഉണ്ടാവും. ഓക്കെ, അത് താല്പര്യമുള്ളവർ ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ടെക് ഫീൽഡിലോട്ട് വരുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ AI ബൂമിംഗ് ആയി വരുന്നുണ്ട്, ML മെഷീൻ ലേണിംഗ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ഉണ്ട്, പിന്നെ അതേപോലെ ഡാറ്റ അനലിറ്റിക്സ് ഉണ്ട്, അങ്ങനെ കുറേ ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ കോമൺ ആയിട്ട് എല്ലാത്തിലും ഉള്ള ഒരു സംഭവമാണ് പ്രോഗ്രാമിംഗ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കോഡിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ AI റിസർച്ചർ ആവാം, AI റിസർച്ചിങ്ങിലോട്ട് പോകാൻ പറ്റും, ഒരു മെഷീൻ ലേണിംഗ് ആ ഒരു ഇതിലോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റ് ഡെവലപ്മെന്റിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഏതിലോട്ടും പോകുന്ന ഒരു വഴിയാണ് നിങ്ങൾ ആദ്യം പ്രോഗ്രാമിംഗ് എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പല റൂട്ടിലോട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റും.
അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മൾ ആർഡിനൊക്കെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ആർഡിനോ അറിയാലോ, അതായത് നമ്മൾ മൈക്രോ കൺട്രോൾ ബോർഡൊക്കെ പ്രോഗ്രാം ചെയ്യാൻ ആ ഒരു ഇതിലോട്ട് എത്താൻ പറ്റും. മറ്റൊരു കാര്യം, നമ്മൾ പ്ലേ സ്റ്റോറിലൊക്കെ പോയിട്ട് എന്താ പറയാ, ഇപ്പൊ ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമല്ലോ. ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറയുമ്പോൾ എന്ത് ആപ്പ്? ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കണില്ലേ? ഈ വാട്സപ്പ് എന്ന് പറഞ്ഞത് വേറൊരു കമ്പനി, വാട്സപ്പ് എന്നുള്ളൊരു കമ്പനി എന്ത് ചെയ്താണ്, ഇവർ കോഡ് ചെയ്ത് കാണ്ട് ഒരു മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്തതാണ്. അപ്പൊ ഇതിനും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ച് കണ്ട് പ്രോഗ്രാം ചെയ്ത് കണ്ടാണ് നിങ്ങൾക്ക് മൊബൈൽ ആപ്പ് എന്ത് ചെയ്യാൻ പറ്റും, വാട്സപ്പ് പോലുള്ള ആപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലട്ടർ എന്നുള്ള ഇതിലോട്ടൊക്കെ വരുന്ന സമയത്ത് ഫ്ലട്ടർ ഒരു ഇതാണ്. അപ്പോൾ ഫ്ലട്ടർ പഠിച്ചു കഴിഞ്ഞാൽ ഇത് പ്രോഗ്രാമിംഗ് തന്നെയാണ് അതിലും വരുന്നത്. അപ്പോൾ ഫ്ലട്ടറിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്ക് കണക്ട് ചെയ്ത് കണ്ട് മൊബൈൽ ആപ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടേതായുള്ള രീതിയിൽ വെബ്സൈറ്റ്, ഐ മീൻ മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പ്രോഗ്രാം പഠിച്ചുള്ള ഒരു മറ്റൊരു കാര്യമാണ്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോയിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമുക്കിപ്പോൾ റോബോട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ IoT പ്രോജക്റ്റ്. ഫോർ എക്സാമ്പിൾ നമ്മൾ മൊബൈലിൽ ലൈറ്റ് സ്വിച്ച് വെക്കുമ്പോൾ വീട്ടിലെ ഫാൻ ഓൺ ആവുന്നു, ലൈറ്റ് ഓൺ ആവുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയുക നടന്നു പോണ റോബോട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവമൊക്കെ ചെയ്യാനും വേണ്ടിയാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഡിങ് പ്രോഗ്രാമിങ്ങോടെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ പ്രോഗ്രാമിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു വെബ് ഡെവലപ്പർ ആക്കാൻ പറ്റും. ഈ വെബ് ഡെവലപ്പറിന്റെ കാര്യം പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ അത്ര ഒരു ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നിങ്ങൾക്ക് സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഗ്രോ ചെയ്ത് ഈ പ്രോഗ്രാമിംഗ് ഫീൽഡ് എന്താ വെച്ചാൽ ഒരു ഹൈ ഇൻകം ഒരു ഫീൽഡാണ്. അപ്പോൾ നീ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കോഡിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത്ര എമൗണ്ട് എന്നല്ല, നിങ്ങളുടെ സ്കില്ലിനനുസരിച്ച് നിങ്ങൾക്ക് എമൗണ്ട് കൂട്ടി കൂട്ടി കൂടാം. പൈസ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഫീൽഡാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പൈസ ഉണ്ടാക്കുന്ന വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കുറേ അങ്ങനെ പറയാത്തത്. ബട്ട് നല്ല ഇതാണ്, നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ അതിൻ്റെ ആദ്യം ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പ്രോഗ്രാമിങ്ങിലോട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ പ്രോഗ്രാമിംഗ് പഠിച്ചുള്ള മറ്റൊരു കേസ് എന്താ വെച്ചാൽ, എന്നെ പോലെ യൂട്യൂബിലൊക്കെ വന്നുകാണ്ട് ഗൈസ് നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോസ് ഒക്കെ ചെയ്യാം, ടെക് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. അതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോളേജസിലോ അല്ലെങ്കിൽ മറ്റെവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് സെഷൻ എടുക്കാനും, പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒത്തിരി കിട്ടും. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രോത്തിലോട്ട് എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സ്പീഡിലാണ് കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു പോയത് എന്നറിയാം. ബട്ട് ആർക്കെങ്കിലൊക്കെ ആയിട്ട് ഉപകാരപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം പുതുതായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ടൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഏതെല്ലാം ഫീൽഡിലോട്ട് പോകാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് ഉള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. നിങ്ങൾക്ക് വെബ് ഡെവലപ്പർ ആകാൻ പറ്റും, ബാക്ക് മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ എന്താ ML അതിലൂടെ പോകുന്ന സമയത്ത് അവിടെയും പ്രോഗ്രാമിംഗ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനിയും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ അതിലോട്ട് എങ്ങനെ പോവാം, അതിൻ്റെ ഒരു റൂട്ട് മാപ്പ്, എങ്ങനെ നിങ്ങൾക്ക് വെബ് ഡെവലപ്പർ ആവണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം, അതിനുള്ളൊരു റൂട്ട് മാപ്പ്, ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. പിന്നെ അതേപോലെ നിങ്ങൾക്ക് നമ്മുടെ കൂടെ ഇരുന്ന് കോഡ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ട്, പ്രോഗ്രാമിങ്ങിൻ്റെ ഇന്നേ വരെ ഒരു ഐഡിയ ഇല്ല, ബട്ട് കോഡിങ് പഠിക്കണം, പിന്നെ അതേപോലെ തന്നെ സ്കില്ലൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. അപ്പോൾ പുതിയ ഏത് ഫീൽഡാകും, ഇപ്പോൾ സ്റ്റുഡൻസ് ആണോ അതുപോലെ കോളേജിൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നവരാവാം, ഒന്നും അറിയാത്തവർ, ഇന്നേ വരെ എക്സ്പീരിയൻസ് വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ കൂടെ ഇരുന്നിട്ട് റെക്കോർഡ് ആൻഡ് ലൈവ് സെഷൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ എന്താ പറയുക, സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ പ്രോഗ്രാമിംഗ് നമ്മുടെ കൂടെ ഇരുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗൈഡ് ഉണ്ടാകുമ്പോൾ ഒത്തിരി ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ബെല്ലൈക്കണൊക്കെ നിൽക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ, സി യു. അടുത്ത വീഡിയോയിൽ കാണാം.